നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. CPM-ൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർക്ക് ലഭിച്ചത് പ്രമോഷൻ. രാഹുലിനെതിരായ കേസ് കോടതി പരിഗണനയിലാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. കരുത്തു തെളിയിച്ച പാലക്കാട് നഗരസഭാ പരിധിയിൽ UDF റോഡ് ഷോ. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിച്ച് DJ അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചത് ജൈനിമേട്ടിൽ നിന്ന്. നഗരഭരണം കയ്യെത്തും ദൂരത്തുനിന്ന് ഷാഫി പറമ്പിൽ MP. ഭിന്നശേഷി ദിനാചരണം. BRC-കളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. ഷൊർണൂരിൽ ആഘോഷമായി നിള ബോട്ട് ക്ലബ്ബിൽ ഒരുക്കിയ കുടുംബ സംഗമം. പാലക്കാട് SSA-യുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ. കോഴിക്കോട് ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിന് സമീപം. ബാക്കി വന്ന ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാമെന്ന് നിഗമനം. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. കേസ് കോടതിയിൽ നിൽക്കുകയാണെന്നും വിധി വരുന്നത് പ്രകാരം പാർട്ടി കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്നും ചെന്നിത്തല കുത്തന്നൂരിൽ പറഞ്ഞു. തെറ്റ് ചെയ്തവരെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കോടതി വിധി വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ നടപടിയെടുക്കും. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകൾ ഇല്ലാത്തതാണ്. കേസ് കോടതിയിൽ നിൽക്കുകയാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയമല്ല. CPM നേതാക്കന്മാരോട് ചോദിക്കാറില്ലല്ലോ. സമാന സ്വഭാവമുള്ള ആളുകളുടെ പേരിൽ നടപടിയെടുക്കാതെ ഞങ്ങളെ കുറ്റപ്പെടുത്താത്ത എന്ത് കാര്യമാണ്? ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടി വന്നാലും ശക്തമായ നടപടി സ്വീകരിക്കും. CPM-നകത്തും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവരുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറായില്ല. നടപടിയെടുക്കുന്നതിന് പകരം പ്രമോഷൻ നൽകുകയാണ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ, കേസുകൾ CPM-ൽ വന്നപ്പോഴൊക്കെ CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നു. അതേസമയം രാഹുലിന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ പോലും പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. കോടതിയുടെ വിധി വരുന്നത് പ്രകാരം പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരപരിധിയിൽ കരുത്തെളിയിച്ച് UDF റോഡ് ഷോ. നഗരഭരണം കയ്യെത്തും ദൂരത്തുനിന്ന് റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്ത ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഷാഫി പറമ്പിൽ MP തന്നെയാണ് UDF-ന്റെ റോഡ് ഷോ നയിച്ചത്. റോഡ് ഷോ നഗരത്തിൽ ആവേശം വിതച്ചു. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ DJ-യുടെ അകമ്പടിയോടെ ജൈനിമേട്ടിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ മുസ്ലിം ലീഗ് പ്രവർത്തകരുൾപ്പെടെ ഘടകകക്ഷികളും റോഡ് ഷോയിൽ അണിനിരന്നു. നഗരഭരണം കയ്യെത്തും ദൂരത്താണെന്നും കവർന്നെടുക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും നേരത്തെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV. സതീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS. ജയഘോഷ്, UDF ബ്ലോക്ക് കൺവീനർ സുധാകരൻ പ്ലാക്കാട്ട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് B. ഗൗതമി, ലീഗ് നേതാക്കളായ നിസാർ, ബഷീർ, സുലൈമാൻ,
തുടങ്ങിയവർ നേതൃത്വം നൽകി. UDFന്റെ 53 സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ പാതയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് കെട്ടുകളായി പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിനു സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന ചോദ്യപേപ്പറുകൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ PSC നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്ന് കിട്ടിയത്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ അതാത് PSC ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറുകയാണ് രീതി. കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള PSC ഓഫീസിൽ എത്തിക്കണം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണു പോയതാകാമെന്നാണ് അധികൃതർ പറയുന്നത്. കളഞ്ഞുകിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണം ആഘോഷമാക്കി. നിള ബോട്ട് ക്ലബ്ബിൽ പാട്ടും കളിയുമായി നടന്ന കുടുംബസംഗമം വേറിട്ട അനുഭവമായി. നേരത്തെ ഷൊർണൂരിൽ സംഘടിപ്പിച്ച മാരത്തോൺ ഷൊർണൂർ പോലീസ് CI V രവികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വ്യത്യസ്ത പരിപാടികളോടുകൂടിയായിരുന്നു ഇത്തവണ ഷൊർണൂർ BRCയുടെ ഭിന്നശേഷി ദിനാചരണം. പാട്ടും ചിരിയും കളിയുമായി നടന്ന കുടുംബസംഗമം വേറിട്ട അനുഭവമായി. ഷൊർണൂർ ചെറുതുരുത്തി പുഴയോരത്തെ നിള ബോട്ട് ക്ലബ്ബിലായിരുന്നു കുടുംബസംഗമം ഒരുക്കിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി സംഗമം ഉദ്ഘാടനം ചെയ്തു. തെങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ T ബലരാമൻ മുഖ്യാതിഥിയായിരുന്നു. അതും 65% കൂടി പാസ്സാകാൻ പറ്റി. അതൊക്കെ ശരിക്കും ആളുകളുടെ സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹം. അന്നൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബ്രെയിൽ തന്നെ നോട്ട് എഴുതി ടെക്സ്റ്റ് ബുക്കൊന്നും നമുക്ക് ഇതേപോലെ ഇന്നത്തെ പോലെ ഞങ്ങളുടെ ലിപിയിൽ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് പകർത്തി. അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് അന്ന് ഇതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ട്രെയിൻഡ് ടീച്ചേഴ്സും ഇല്ല. പക്ഷെ നമ്മുടെ അധ്യാപകർ വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലാസ് എടുത്തു വരുമായിരുന്നു. ഷൊർണൂർ BPC M ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിഷ, അബ്ദുൽ ജബ്ബാർ, P ശശികുമാർ, സ്വാതി മോഹനൻ, ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രരചന മത്സരത്തിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ പാട്ട്, ഡാൻസ് എന്നിവ ആസ്വാദകർക്ക് നവ്യാനുഭൂതിയായി. പൊന്നോളം വന്നല്ലോ, അത്തം വന്ന് പിടന്നല്ലോ, നീരരുത് പോവരുത്. ठुमक ठुमक जब हिट जाए तू पहाड़ी बटोमा, छम छम पायल घुंघरू बजन त्यार खुटमा, ठुमक ठुमक जब हिट जाए तू पहाड़ी बटोमा, छम छम पायल घुंघरू बजन त्यार खुटमा, लाल त्यार कंगन हाथ में चूड़ी छनहरा, लाल त्यार कंगन हाथ में चूड़ी छनहरा. ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും BRC അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്ത മണിക്കൂറുകളോളം നീണ്ടുനിന്ന കുടുംബസംഗമം അവർക്ക് പുതിയ അനുഭവമായി. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നേരത്തെ 9 മണിയോടെ ഷൊർണൂരിൽ നിന്ന് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് CI V രവികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും അറിയിക്കുന്നു. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഇത് പങ്കെടുത്ത ഓരോ ആളുകൾക്കും, നടത്തിപ്പുകാർക്കും എല്ലാവർക്കും ഷൊർണൂർ പോലീസിൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ആചരണങ്ങൾ ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബോക്സിംഗിൽ വിന്നറായ ഫാത്തിമ അമ്നയെ ചടങ്ങിൽ CI ഉപഹാരം നൽകി ആദരിച്ചു. BPC ബിന്ദു സംസാരിച്ചു. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷൊർണൂർ KVR ഹൈസ്കൂൾ, ഷൊർണൂർ ടെക്നിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഗണേശ്വരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് മാരത്തോണിൽ പങ്കെടുത്തത്. മാരത്തോൺ പിന്നീട് ചെറുതുരുത്തി പാലത്തിന് അപ്പുറത്ത് സമാപിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. പാലക്കാട് SSA, BRC എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാന്ദിനി. സാധാരണ ജീവിതം നയിക്കുന്നവരെക്കാൾ കഴിവുള്ളവരാണ് ഭിന്നശേഷിക്കാരെന്നും ചാന്ദിനി ചൂണ്ടിക്കാട്ടി. ഞാൻ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ രക്ഷിതാക്കൾക്കും ടീച്ചർമാർക്കും അവരെല്ലാം കാണുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. BRC BPC MR ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ഷാജു, രമേശ് പാറപ്പുറം, MR മഹേഷ് കുമാർ, വെൽഫെയർ ഓഫീസർ ഹരിശങ്കർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ, DTPC സെക്രട്ടറി സിൽബർട്ട് ജോസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ R സുനിത, ട്രെയിനർ V രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. വലിയ സന്തോഷം. ഏറ്റവും കഴിവുള്ള കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഉദാഹരണമായി സ്വാഗതഗാനത്തിൽ ആ കുഞ്ഞ് അദ്വൈത് പാടിയ പാട്ട് ഇതൊരു മിടുക്കനായിട്ടാണ് അദ്ദേഹം പാടിയത്. ഏറ്റവും വലിയൊരു കൈയടി ആ കുഞ്ഞിനാണ് ആദ്യം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ, ഏറ്റവും ആത്മാർത്ഥതയുള്ള കുഞ്ഞുങ്ങൾ ഇവരാണ്. പണ്ടാരോ പറഞ്ഞ പോലെ കപടം ഈ ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതളൻ പരാജയം എന്ന് നമ്മൾ സാധാരണക്കാർ പറയും. വിളംബരജാഥ, ഫ്ലാഷ് മോബ്, സ്പെഷ്യൽ അസംബ്ലി, ബിഗ് സ്ക്രീൻ എന്നിവയും ക്വിസ്, പോസ്റ്റർ, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതി പ്രകാരം ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ രണ്ടാം ഘട്ടത്തിൽ പണി പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം ഈസ്റ്റ് മനശ്ശേരി നടന്നു. മൂന്നാം ഘട്ടത്തിലെ വീടുകളുടെ സമ്മതപത്രം ചടങ്ങിൽ വിതരണം ചെയ്തു. ഈസ്റ്റ് മനശ്ശേരി കൈലാസം ഹൗസ് ക്ലബ്ബിലായിരുന്നു പരിപാടി. നടനും സംവിധായകനുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഒരുത്തം വന്ന് നമ്മളോട് നന്നായിട്ട് പെരുമാറിയാൽ ഇവരെന്തിനാണ് എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്? അപ്പൊ ഇവരെന്തോ ഉദ്ദേശമുണ്ട്, ഇവന് കടം ചോദിക്കാനുള്ള പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നോട് നന്നായിട്ട് പെരുമാറേണ്ട കാര്യം എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ നന്മ സംശയിച്ചു തുടങ്ങുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പണവും പണമിടപാടുകളും ലക്ഷക്കണക്കിന് രൂപയും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ ബാങ്ക്. നിങ്ങൾ ബാങ്കിൽ പോയി നോക്കണം, 2 രൂപയുടെ പേന അവിടെ ടോയ്നൂരിട്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും. കാരണം ബാങ്കിൽ ഇരിക്കണമെന്നറിയാം, ഈ പേന ആൾക്കാർ എടുത്തോണ്ട് പോകുന്നു. വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ചെങ്ങലക്ക് അടുത്തുള്ള ജനലിനോട് കെട്ടിവെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബാങ്കിൽ. ട്രെയിനിൽ യാത്ര ചെയ്താൽ അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന കപ്പ് ചെങ്ങലിട്ട് കെട്ടിവെച്ചേക്കുകയാണ്, കാരണം അത് ആൾക്കാർ എടുത്തോണ്ട് പോകും. CMN ട്രസ്റ്റ് ചെയർമാൻ U പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. മൂന്നാം ഘട്ടത്തിലെ 14 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്രം വിതരണം ചെയ്തു. ആലത്തൂർ DYSP R മനോജ് കുമാർ, കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ സംസാരിച്ചു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രമുഖ സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പമ്പാവാസൻ നായർ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ CMN ട്രസ്റ്റ് അതിൻ്റെ ദശാബ്ദി വേളയിൽ അർഹരായ 50 പേർക്ക് വീട് എന്ന മഹത്തായ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി 20 വീടുകൾ ഇതിനോടകം പൂർത്തിയാക്കി. മാതാപിതാക്കളുടെ സ്മരണ നിലനിർത്തുന്നതിനൊപ്പം അവർ പകർന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായരുടെ ലക്ഷ്യം. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് 2025 ഡോക്ടർ മംഗളം സ്വാമിനാഥൻ പ്രവാസി ഭാരതീയ എക്സലൻസ് നാഷണൽ അവാർഡ് പമ്പാവാസൻ നായർക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കല്ലൂരിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി. കല്ലൂർ അരങ്ങാട്ട് പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് നെൽപ്പാടങ്ങളിൽ കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളത്. ഈ വർഷം കൂർക്കയ്ക്ക് പൊതുവിപണിയിൽ വില കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം 45 രൂപ വില കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ കിലോവിന് 34 രൂപയാണ് വില. കാട്ടുപന്നി ശല്യം, പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണമാണ് മേഖലയിലെ ചെറുകിട കർഷകരെല്ലാം കൂർക്ക കൃഷിയിലേക്ക് ചേക്കേറിയത്. നീർവാർച്ചയ്ക്കായി 2 അടി ഉയരത്തിൽ ഏരിയകളാക്കിയാണ് കൂർക്ക തല നടുന്നത്. സാധാരണയായി ജൂൺ മാസത്തിൽ ഇല നടാൻ തുടങ്ങും. ഇല നട്ടാൽ 4 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്തും. നിധി, ശ്രീധര, സുഫല എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കല്ലൂർ അരങ്ങാട് പാടശേഖരത്തിൽ മാത്രം ഏകദേശം 100ഓളം വരുന്ന ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൂർക്കയ്ക്കാണത്രേ രുചി കൂടുതൽ. പാലക്കാടൻ കൂർക്ക മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഗൾഫുകളിലേക്കും വിറ്റയക്കാനായി കയറ്റിപ്പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തൃശൂർ, എറണാകുളം മാർക്കറ്റിലേക്കാണ് കൂർക്ക കയറ്റിപ്പോകുന്നത്. ദീർഘനാൾ കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂർക്ക കൃഷിയിൽ കാട്ടുപന്നി ശല്യം കുറവാണ്. കർഷകരായ പനഞ്ചിക്കൽ ബഷീർ, അഹമ്മദ്, KK റഹ്മാൻ, AS സിദ്ദിഖ്, സൈദലവി, നാസർ എന്നിവർ പറഞ്ഞു. 2ാം വിളയായി നെൽകൃഷിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100ഓളം ഏക്കർ
കൂർക്ക കൃഷിയാണ്. കംപ്ലീറ്റ് ഇവിടെ കല്ലൂരിൽ നിന്നാണ് കംപ്ലീറ്റ് പോകുന്നത്. ഇവിടെ വൈകുന്നേരത്ത് വന്ന വണ്ടികൾ പോകുന്ന കാണാം. അപ്പോൾ ഇക്കുറി വലിയ കുഴപ്പമില്ലാന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഒരു 50 സെൻറ്റ് വെച്ചിട്ടുള്ളൂ. ഏതാ കംപ്ലീറ്റ് കുറേ. അപ്പോൾ ഇക്കുറി മഴ കൂടുതലായതുകൊണ്ട് വല്ലാണ്ട് വലുപ്പമില്ല. വലിയ വലുപ്പമില്ല. എത്ര എങ്ങനെയാണ് ഇതിൻ്റെ തൂക്കത്തിൽ? 34 രൂപയായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 34 രൂപ കിട്ടും, നമ്മുടെ കയ്യിൽ കിട്ടും. ആരാ വരുന്നത് വാങ്ങിക്കാൻ? പട്ടാപ്പിക്കാർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ എറണാകുളം പാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണാൻ ലക്ഷങ്ങൾ മുടക്കിയ മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയിലും പാലത്തിന് ഒരു വശങ്ങളിലും സർവീസ് റോഡിലും കനത്ത വെള്ളക്കെട്ടുകളാണ് ഗതാഗതം പ്രതിസന്ധിയിലാക്കുന്നത്. ബുധനാഴ്ച രാവിലെ പെയ്ത മഴയിലാണ് മുരിങ്ങൂർ അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇതോടെ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ചാലക്കുടി പാലം വരെ ഗതാഗതക്കുരുക്ക് നീണ്ടു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. അടിപ്പാതയിലും സർവീസ് റോഡിലും വരുന്ന വെള്ളം ചാലക്കുടി പുഴയിൽ ചെല്ലുന്ന രീതിയിൽ വലിയ കാനകീറി വലിയ പൈപ്പുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് മാത്രം പരിഹാരമായിട്ടില്ല. മഴ ശക്തമാകുമ്പോൾ ഇരുചക്രവാഹനങ്ങളും മറ്റും ഇതിലെ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ദേശീയപാതയിലെ കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും കാനകൾ വൃത്തിയാക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആയുർവേദത്തെക്കുറിച്ച് അറിയാൻ എന്ന വിഷയത്തിൽ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ ജനമൈത്രി പോലീസ്, ഷൊർണൂർ ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നിവ സംയുക്തമായിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആയുർവേദത്തെ അറിയാൻ എന്ന വിഷയത്തിലായിരുന്നു ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചത്. ഡോക്ടർ രേഷ്മ ക്ലാസ് എടുത്തു. ഇത് നമ്മൾ രാത്രി 10-11 മണിക്ക് കഴിച്ചിട്ട് പിന്നെ കയറി കിടന്നുറങ്ങിയാൽ ഇതിന് ലോഡ് കൂടുക. നമ്മുടെ ഹാർട്ടിന് നമ്മുടെ ആന്തരിക കാര്യങ്ങളിലൊക്കെ ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അസുഖങ്ങൾക്കുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 മണിക്കുള്ളിൽ നിങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ കൂടെ ഒരു ചപ്പാത്തിയെങ്കിലും രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണം മതി, അതൊരു 7-8 മണിക്കുള്ളിൽ കഴിക്കാൻ നോക്കും. അപ്പോൾ ഈ കുടവയറൊന്നും ചാടില്ല. പകലെന്തായാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പകലുറക്കം ഉണ്ടാവില്ലല്ലോ. പക്ഷെ രാത്രി ഉറങ്ങണേനും കാട്ടി ഒരു 8 മണിക്കുള്ളിൽ നിങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം കംപ്ലീറ്റ് ചെയ്യും. ഷൊർണൂർ ജനമൈത്രി പോലീസും ഷൊർണൂർ ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രവും സംയുക്തമായാണ് ഇത്തരമൊരു ക്ലാസ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ SHO രവികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ബിനു രാമചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിട്ടയർഡ് അധ്യാപിക പഠിപ്പിക്കും മൈക്രോ ഗ്രീൻ ഭക്ഷണത്തിൻ്റെ ആരോഗ്യശീലങ്ങൾ. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ 10 മുതൽ 20 ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നാണ് ചെറുതുരുത്തി പുതുശ്ശേരി അരുണിമയിൽ റിട്ടയർഡ് അധ്യാപിക D രമാദേവി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളം അക്ഷരം പകർന്നു നൽകിയ അധ്യാപിക ഇന്ന് വിരമിച്ചിട്ടും സമൂഹത്തിന് ഒട്ടേറെ നല്ല ഭക്ഷണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരക്കിലാണ്. തൃശൂർ ചെറുതുരുത്തി പുതുശ്ശേരി അരുണിമയിൽ D രമാദേവി 4 വർഷം മുമ്പ് അധ്യാപികയായി വിരമിച്ച ശേഷം വിശ്രമജീവിതം മാത്രമായി ഒതുക്കാതെ കൃഷിയിൽ താൽപ്പര്യമുള്ളതിനാൽ ഈ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. UK-യിൽ മകൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണത്തിൻ്റെ ഉന്നത പോഷകങ്ങൾ അടങ്ങിയ മൈക്രോ ഗ്രീൻ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് പഠിച്ചത്. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ ചെറിയ അളവിൽ കഴിക്കുന്നത് തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ അധ്യാപിക ഇത് സമൂഹത്തെയും പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ പോയി പഠനം നടത്തി. വീട്ടിൽ തന്നെ ഒരു മൈക്രോ ഗ്രീൻ ഫാം നിർമ്മിച്ചു. നല്ല രീതിയിൽ വിളവെടുക്കുന്ന ഫാം ഇന്ന് 100 മേനി വിജയക്കുതിപ്പിലാണ്. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ 10 മുതൽ 20 ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. കൂടാതെ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും ഫൈബറിൻ്റെയും കലവറ തന്നെയാണ് മൈക്രോ ഗ്രീൻ. പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിൻ്റെയും കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നീർക്കെട്ടിനെ തടയാനും ഹൃദ്രോഗങ്ങളെയും ക്യാൻസറിനെയും ചെറുക്കാനും വെയ്റ്റ് ലോസിനും നമ്മെ സഹായിക്കുമെന്നതാണ് മൈക്രോ ഗ്രീൻ ഇലക്കറികൾ. ഗർഭിണികൾക്കും ഇത് കഴിക്കാവുന്നതും നല്ല ആൻറ്റി ഏജിംഗ് ഏജൻറ്റുമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. സലാഡുകളിൽ ചേർത്ത് പച്ചയ്ക്ക് മാത്രമേ കഴിക്കുന്ന മൈക്രോ ഗ്രീൻ ഇലകളുടെ വിവിധ ഇനങ്ങളായ റാഡിഷ് വെള്ള, പർപ്പിൾ പിങ്ക്, അമേരിക്കൻ യെല്ലോ, മസ്റ്റാർഡ് പോച്ച തുടങ്ങി 12 ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പ്രത്യേക താപനിലയിൽ വെളിച്ചത്തിൻ്റെ ക്രമീകരണം മറ്റും നൽകി ജൈവിക രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. എല്ലാവിധ വിറ്റാമിനുകളും മിനറലുകളും പ്രോട്ടീനുകളും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുള്ള ഭക്ഷണം യാതൊരു വിഷവുമില്ലാതെ ഏറ്റവും മിനിമം ലെവലിൽ ആളുകൾക്ക് കിട്ടുന്നൊരു സാധനം എന്നുള്ള നിലയിലാണ് മൈക്രോ ഗ്രീൻ കൃഷിയിലേക്ക് ഞാൻ
തിരിഞ്ഞത്. ഭർത്താവ് വേണുഗോപാൽ, മകൻ അരുൺ, മകൾ അധ്യാപികയായ ആതിര എന്നിവരെല്ലാം പിന്തുണയുമായി ഈ മാതൃകാ അധ്യാപികയ്ക്ക് ഒപ്പമുണ്ട്. കൃഷിക്ക് പ്രത്യേക മുറിയും പരിചരണവും വേണം. ഇലക്കറികളുടെ വിത്തുകൾ നിശ്ചിത ദിവസം മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്ന കൃഷിരീതിയായ മൈക്രോഗ്രീൻ ഫാമിന് നല്ല തയ്യാറെടുപ്പുകൾ വേണം. കൃത്രിമമായ വെളിച്ചവും താപനിലയും നിയന്ത്രിത വായുസഞ്ചാരവുമുള്ള വൃത്തിയുള്ള മുറികൾ വേണം. പ്രത്യേക ട്രേകളിൽ ഈർപ്പം നൽകുന്ന തരത്തിൽ വിത്തുകൾ വിതറി ഇവ അടച്ചു തട്ടുകളിൽ സജ്ജീകരിക്കും. ദിവസങ്ങൾക്കുള്ളിൽ ഇവ മുളച്ചു പൊന്തും. നിശ്ചിത വളർച്ചയെത്തുമ്പോൾ ഇവ മുറിച്ചെടുത്ത് പാക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിക്കും. വിത്ത് മുളച്ചു വന്നതിനാൽ ഇതിൽ പോഷകങ്ങളുടെ അളവ് സാധാരണ ഇലകളെക്കാൾ കൂടുതലായിരിക്കും. നിരന്തരം പരിചരണവും സൂക്ഷ്മതയും പുലർത്തേണ്ട കൃഷിയാണിത്. കൃത്യമായി വിത്തുകൾ പാകാനും വിളവെടുക്കാനും ഏറെ ശ്രദ്ധിക്കണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. CPM-ൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർക്ക് ലഭിച്ചത് പ്രമോഷൻ. രാഹുലിനെതിരായ കേസ് കോടതി പരിഗണനയിലാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. കരുത്തു തെളിയിച്ച പാലക്കാട് നഗരസഭാ പരിധിയിൽ UDF റോഡ് ഷോ. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിച്ച് DJ അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചത് ജൈനിമേട്ടിൽ നിന്ന്. നഗരഭരണം കയ്യെത്തും ദൂരത്തുനിന്ന് ഷാഫി പറമ്പിൽ MP. ഭിന്നശേഷി ദിനാചരണം. BRC-കളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. ഷൊർണൂരിൽ ആഘോഷമായി നിള ബോട്ട് ക്ലബ്ബിൽ ഒരുക്കിയ കുടുംബസംഗമം. പാലക്കാട് SSA-യുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ. കോഴിക്കോട് ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിന് സമീപം. ബാക്കി വന്ന ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാമെന്ന് നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.